തൊഴിൽ, വിദ്യാഭ്യാസ, രാഷ്ട്രീയ, അധികാര മേഖലകളിൽ കേരളത്തിലെ 30 ലക്ഷത്തോളം വരുന്ന ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം പ്രഖ്യാപിക്കും വരെ ശക്തമായ സമരം തുടരുമെന്ന് ചേരമ സാംബോ ഡെവലപ്മെന്റ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷ് പറഞ്ഞു. സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് കോട്ടയം വൈക്കത്ത് ലഭിച്ച സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ 30 ലക്ഷത്തോളം ആളുകൾ ദളിത് ക്രൈസ്തവർ ഉണ്ടാകാമെന്നാണ് വിലയിരുത്തുന്നത്. ഈ വിഭാഗത്തിന് സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം കഴിയുമ്പോഴും ഹിന്ദുമതത്തിന് ക്രിസ്തുമതം സ്വീകരിച്ച ദളിതരായ ക്രൈസ്തവർക്ക് സംവരണ ആനുകൂല്യങ്ങൾ യാതൊന്നും തന്നെ ലഭിക്കുന്നില്ല. ലാസ്റ്റ് ഗ്രേഡ് ഇതര തസ്തികയിൽ 2% ഉണ്ടെങ്കിലും 1% ആനുകൂല്യം പോലും ദളിത് ക്രൈസ്തവരായ ആളുകൾക്ക് നിയമനങ്ങളിൽ ലഭിക്കുന്നില്ല. ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ഈ സമുദായത്തിൽ ഇവർ മുന്നോക്കവരാണോ പിന്നോക്കരാണോ അതോ ബ്രാഹ്മണരാണോ എന്നും അറിയാൻ മേലാത്തൊരവസ്ഥയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവെർട്ടർ ക്രിസ്ത്യാനിറ്റി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഈ സമുദായത്തിന് യാതൊരു പരിരക്ഷയും സംരക്ഷണവും ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എത്രയോ കാലമായി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിരന്തരമായി ഓരോ നേതാക്കന്മാർ സമരത്തിലാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിനും സാധിക്കും. തമിഴ്നാട്ടിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഈ വിഭാഗം ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കാൻ തയ്യാറാകാത്ത ആളുകൾക്ക് ഈ വരുംകാല തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മറുപടി കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇതൊരു ജനകീയ വിഷയമാണ്, നീതി നിഷേധമാണ്. മുന്നോക്ക വിഭാഗ കോർപ്പറേഷൻ 36 കോടി രൂപ അനുവദിച്ചപ്പോൾ പരിവർത്തിത ക്രൈസ്തവ വികസന ശുപാർശിത കോർപ്പറേഷൻ അനുവദിച്ചത് കേവലം 6 കോടി രൂപ മാത്രമാണ്. ദളിത് ക്രൈസ്തവർ നേരിടുന്ന ഈ ജാതി വിവേചനവും പ്രാതിനിധ്യ കുറവും പരിഹരിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രത്യേകമായ സംവരണം അനുവദിച്ചേ മതിയാവൂ എന്നും CSDA സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷ് പറഞ്ഞു. ജാഥയ്ക്ക് പെരുവ, ആപ്പാഞ്ചിറ, കുറുപ്പന്തറ, കാണക്കാരി, ഏറ്റുമാനൂർ, കിടങ്ങൂർ, മേവട, കടപ്ലാമറ്റം, മരങ്ങാട്ടുപള്ളി എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ജനുവരി 29-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണ യോഗങ്ങളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ, വൈസ് പ്രസിഡന്റ് പ്രവീൺ ജെയിംസ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പ്രസന്ന റാണി, TA കിഷോർ, CM ചാക്കോ, PC രാജു, KK കുട്ടപ്പൻ, തോമസ് കുട്ടി പെരുന്തുരുത്തിൽ, ആഷ്ലി ബാബു, KK അപ്പു, CB മാഞ്ഞൂർ, MI ലൂക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു.